കോട്ടയം കടുത്തുരുത്തിയിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ദേഹത്ത് പെട്രോൾ ഒഴിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിഷേധിച്ചത്. കടുത്തുരുത്തി സ്വദേശി ഫ്രാൻസിസ് ആണ് വി ഡി സതീശന് വേണ്ടി ഇങ്ങനെ പ്രതിഷേധിച്ചത്. എല്ലാം മാനിച്ചുകൊണ്ട് 10 മിനിറ്റോട്ട് ഞാൻ എൻ്റെ സമരപ്രവർത്തനം എൻ്റെ സമരം സാധാ കോൺഗ്രസുകാരുടെ ഒരു സമരമുഖമാണ് ഉണ്ടായിട്ടുണ്ട്. സാധാ പോലീസുകാരുടെ സമരമുഖം എന്നാൽ ജനങ്ങൾ ഇത്രയും കോൺഗ്രസിന് 102 സീറ്റ് ഭരണത്തിൽ അധികാരത്തിൽ കൊടുത്തിട്ടും ഈ UDF ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പൊട്ടന്മാരെ പോലെ മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുക്കും നാളെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞില്ല. ഇവിടെ ജനങ്ങളുടെ ആവശ്യം എന്നെ പോലെ 100 കണക്കിന് പ്രവർത്തകര് ജീവിതം അസ്തമിക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ പാടുള്ളൂ, അത് വി ഡി സതീശൻ എന്ന് മാത്രമായി. അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജിത് ബാബു, ഇത് സംഗതി ജനാധിപത്യമൊക്കെ ഗംഭീരമാണ്. ജനാധിപത്യ പാർട്ടിയിൽ ജനാധിപത്യപരമായി പ്രതിഷേധങ്ങളൊക്കെ അവർ ഉന്നയിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാലും പിന്നെ കരിഞ്ഞു പോകും. ഇത് അവതരിപ്പിക്കാനുള്ള അവസ്ഥ ഇനി ഉണ്ടാവില്ല. ഈ വിചിത്രമായ പ്രതിഷേധം എന്നല്ല, അപകടകരമായ പ്രതിഷേധം എന്ന് വേണം ഇതിനെ പറയാൻ. എവിടെയാണിത് സംഭവിച്ചത്? ഇപ്പോൾ ആളെ രക്ഷിച്ചെടുത്തോ? ഹർഷൻ, കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാണാനില്ലാത്ത പ്രതിഷേധത്തിന്റെ രീതികളൊക്കെയാണുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ തെരുവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇക്കാര്യത്തിൽ നമുക്കറിയാം പല തട്ടുകളിലായി നിൽക്കുന്ന ഘട്ടമാണുള്ളത്. അപ്പോഴാണ് ഈ കടുത്തുരുത്തിയിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കടുത്തുരുത്തി തന്നെ സ്വദേശിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനായ ഫ്രാൻസിസ് ഇത്തരത്തിലൊരു വിചിത്രമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചൂട് കാലമാണ്, അത് മാത്രമല്ല ഒരു കവലയാണ്. സ്വാഭാവികമായി സ്പാർക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പെട്രോള് ഇത്തരത്തിൽ ദേഹത്ത് ഒഴിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി, ഇത് പെട്രോൾ തന്നെയാണോ? കാരണം ഇതിന് ഇത്തരത്തിലൊരു വാർത്ത വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതാണോ എന്നുള്ള സംശയത്തിന്റെ ഭാഗമായി അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ദേഹത്ത് ഒഴിക്കുന്നത് പെട്രോൾ തന്നെയാണ്. ഏതാണെങ്കിലും അത്രയും അപകടകരമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഏതാണെങ്കിലും കേരളത്തിൽ വി ഡി സതീശനല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി പാടില്ല എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം നടത്തിയത്. അതിൽ കമന്റുകളൊക്കെ ധാരാളം ഈ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ താഴെ ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. ഒരാളുടെ ജീവന്റെ കാര്യമാണ്. പക്ഷെ അതിൽ എന്നാലും ശ്രദ്ധേയമായ ഒരു കമന്റ് തേങ്ങയുടക്ക് സ്വാമി എന്നുള്ളതായിരുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാനേ നിവൃത്തിയുള്ളൂ. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷേ പെട്രോളിന് ഈ ജനാധിപത്യം എന്താണെന്ന് അത്ര വലിയ പിടിയില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൽ പെട്രോൾ, കറണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് പ്രതിഷേധിക്കുന്നതായിരിക്കും ഈ ചൂടുകാലത്ത് നല്ലത് എന്നാണ് തൽക്കാലം പറയാനുള്ളത്.